തെറ്റ് ചെയ്യുന്നവരെ കൊണ്ടല്ല, തെറ്റ് കണ്ടിട്ടും അത് ചൂണ്ടിക്കാണിക്കാത്തവരെ കൊണ്ടാണ് നാട് നശിക്കുന്നത് എന്നുള്ളതാണ്. കാരണം ജുഡീഷ്യറിക്ക് എന്തുമാകാം എന്നൊന്നും ജനാധിപത്യത്തിലില്ല. ജുഡീഷ്യറി എന്തിനാ നിലനിൽക്കുന്നത്? ജുഡീഷ്യറി ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് ആര് ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന്? ഇവിടുത്തെ ഈ ജനങ്ങളല്ലേ, ജനങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ പാടില്ല, ജനങ്ങൾക്ക് ചർച്ച ചെയ്യാൻ പാടില്ല. കോടതി ഇപ്പോൾ അത് വിലക്കിയിരിക്കുകയാണല്ലോ, അങ്ങനെ ഒരു സംഭവം പറയാൻ പാടില്ല. കോടതി നടന്ന കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കാൻ പാടില്ല. അതായത് അതിനകത്ത് ആദ്യം വന്നിരുന്ന ഒരു കേൾവി എന്ന് പറഞ്ഞാൽ ജഡ്ജി ഇദ്ദേഹം വരുമ്പോൾ എണ്ണീറ്റ് നിന്നു ഒരു എന്താ സിനിമയ്ക്കകത്തൊക്കെ കാണുന്ന ഒരു രീതിയിലായിരുന്നു, ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സ്കോർ ഇല്ലാതെ പോയി എന്ന് മാത്രമേ പറയുന്നുണ്ടായിരുന്നു. ഇത്തരം കാര്യങ്ങളൊന്നും പിന്നീട് ചർച്ചയ്ക്ക് വെക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വന്നു. അല്ല, ജുഡീഷ്യറി എന്ന് പറയുന്നത് ആരുടെയും കുടുംബ ട്രസ്റ്റ് അല്ലല്ലോ. ഇത് ജനാധിപത്യത്തിൽ ജനങ്ങൾക്ക് നീതി നടപ്പാക്കാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സംവിധാനമാണ് ജുഡീഷ്യറി എന്ന് പറയുന്നത്. ആ നീതി എന്ന് സംശയം തോന്നുന്നു, ആ നീതി നടപ്പാക്കുന്ന കാര്യത്തിൽ എന്ന് ജനങ്ങൾക്ക് സംശയമായി സമൂഹത്തിന് വെല്ലുവിളിയായിട്ടുള്ള പെരുമാറ്റങ്ങൾ ആ സംവിധാനത്തിൽ നിന്നുണ്ടാകുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാനുള്ള അവകാശവും അധികാരവും ജനങ്ങൾക്കുണ്ട്. കാരണം അത് ഒരു കുടുംബ ട്രസ്റ്റായി മാറാനോ അല്ലെങ്കിൽ മറ്റ് ലോബികൾ അതിനകത്ത് കയറി പ്രവർത്തിക്കാനോ അതിൻ്റെ അധിനിവേശം അതിൻ്റെ അകത്ത് വരാതിരിക്കാനോ ആരാണ് ശബ്ദം ഉയർത്തേണ്ടത്? ജനങ്ങളാണ്. ജനങ്ങൾ സംഘടിക്കണം, ജനങ്ങൾ പ്രതികരിക്കണം. പിന്നെ ഇങ്ങനെ പറയുന്ന എന്താ വെച്ചാൽ നമ്മൾ ഈ ജുഡീഷ്യറിയെ ക്വസ്റ്റ്യൻ ചെയ്യാനല്ല, ജുഡീഷ്യറിയെ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ചെയ്യുന്നത് എന്താണ്? ആ ജുഡീഷ്യറി എന്ന ഒരു ചെയറുണ്ട് അല്ലേ, ആ നീതിപീഠമുണ്ട്, സത്യമേവ ജയതേ എന്ന് എഴുതി വെച്ചിരിക്കുന്നു. നമ്മളെല്ലാം പോയി വണങ്ങുന്നത് അതിലുള്ള വിശ്വാസം കൊണ്ടാണ്. നമ്മൾ ഓരോരുത്തരും ജുഡീഷ്യറി കോടതി റൂമുകളിൽ കയറുമ്പോൾ വണങ്ങുന്നത് ജുഡീഷ്യറിയിലുള്ള വിശ്വാസം കൊണ്ടാണ് അല്ലേ. അപ്പം നമ്മൾ അവിടെ ചോദ്യം ചെയ്യുന്നത് ആ ചെയറിൽ അതാത് കാലഘട്ടങ്ങളിൽ ഇരിക്കുന്നവർ അവിടെ പുഴുക്കുത്തുകളായി മാറുമ്പോൾ അവിടെയാണ് നമ്മൾ ചോദ്യം ചെയ്യപ്പെടേണ്ടത്. ജുഡീഷ്യറി എന്നൊരു നമ്മുടെ സംവിധാനത്തെ പുഴുക്കുത്തുകൾ കയറിയിരുന്ന് മലിനമാക്കുമ്പോൾ, അനീതിപരമായ രീതിയിൽ നീങ്ങുമ്പോൾ, ജനങ്ങൾക്ക് ഹത്യ രീതിയിൽ നീങ്ങുമ്പോഴാണ് നമ്മൾ പ്രതികരിക്കേണ്ടത്. ജുഡീഷ്യറി നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല. ആ സ്ഥാനത്തിരിക്കുന്ന വ്യക്തികൾ ചെയ്യുന്ന രീതികൾക്കാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. അത് തെറ്റാണല്ലോ, ആ വ്യക്തിയുടെ കുഴപ്പം കൊണ്ടാണ്, അല്ലാതെ ജുഡീഷ്യറിയുടെ കുഴപ്പം കൊണ്ടല്ല. നമ്മൾ നിയമത്തിന്റെ കുഴപ്പമല്ല, ജുഡീഷ്യറിയുടെ കുഴപ്പമല്ല, നമ്മുടെ സംവിധാനങ്ങളുടെ കുഴപ്പവുമല്ല, അതാത് പൊസിഷനിൽ ഇരിക്കുന്ന അതാത് കാലഘട്ടത്തിലുള്ള വ്യക്തികളുടെ, ഞാൻ പറയുന്ന പുഴുക്കുത്തുകളുടെ മൊത്തമായി നമ്മൾ എടുത്ത് അവലോകനം ചെയ്യുമ്പോൾ എല്ലാ സംവിധാനങ്ങളിലും, ഈ നോട്ട് ഓൺലി ഇൻ ദ ജുഡീഷ്യറി, പോലീസ് സംവിധാനങ്ങളിൽ